ചിപ്പി നമ്മളോട് പറഞ്ഞു, ഞാൻ ഇവിടെയൊന്നും ഉണ്ടായിരുന്നില്ല, കേരളത്തിലല്ല, തമിഴ്നാട് പോയി, അവിടുന്ന് ആന്ധ്രയിൽ പോയി, ആന്ധ്രയിൽ നിന്ന് ഞാൻ രാജ്കുമാറിനെ കാണാൻ മറ്റേ എന്താ അങ്ങനെ ഓരോ ആൾക്കാരെയും കൂടെ അവിടെയൊക്കെ പോയി എന്ന് പറയുമ്പോഴും ഇവിടെ ഒരു കുഞ്ഞൊരു കൂട്ടൽ തുടങ്ങിയിരുന്നു അല്ലേ? എപ്പോഴാണ് ഈ ഒരു നമ്മൾ അച്ഛനെ കുറിച്ചും അമ്മയെ കുറിച്ചും അനിയത്തിയെ കുറിച്ചൊക്കെ പറഞ്ഞു, എന്നാണ് ഈ രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരു സംഭവം അദ്ദേഹവുമായിട്ട് ഉള്ള ഒരു ഇത് വന്നത്? ഇല്ല, അങ്ങനെ കുരുവി കൂടാൻ തുടങ്ങിയത് എപ്പോഴാണ്? കൂട്ടിയതൊക്കെ പെട്ടെന്നായിരുന്നു. അതൊന്ന് അമേരിക്കൻ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ആ കുരുവി കൂടൊന്ന് ഞങ്ങൾ വീണ്ടും തുറക്കാൻ പോകും. ഒരുപാട് പറയാനൊന്നുമില്ല, അത് നമുക്ക് ഒറ്റ ചുമ്മാ അത് നമ്പറാണ്, പറയാനുണ്ട്. അതങ്ങനെ ഒരുപാട് പറയില്ല. ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ ആകെ ഒരു സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ളൂ. അത് ശരി. ആ സിനിമ ഏതാണ്? സിനിമ കല്യാണ സൗഗന്ധികം. അതിനകത്ത് എനിക്കൊന്ന് ജയറാം അല്ലല്ല, ദിലീപ് ആയിരുന്നു. അതായിരുന്നു ചെയ്തത്. പിന്നെ ഞങ്ങൾ ഒരു ഷോ പോയിട്ടുണ്ട്. അതാണ് പ്രശ്നം, ഒരു ഗൾഫ് ഷോ. പിന്നെ കൂടുതലും എനിക്ക് തോന്നുന്നു ഫോണിൽ കൂടെയാണ് സംസാരിച്ചിട്ടുള്ളത്. സെൽഫോണൊന്നും ഇല്ലല്ലോ അല്ലേ? അന്ന് സെൽഫോൺ ഇറങ്ങിയ സമയം മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ എനിക്ക് തോന്നി ജയറാമിന്റെയും പാർവതിയുടെ ഒക്കെ കഥകൾ കേൾക്കുമ്പോൾ നമുക്ക് പാവം തോന്നും. ഫോണില്ലാതെ അവർ കിടന്ന് പാടത്ത് കൂടെ ഓടിയതും ഇതിലേക്ക് ഇത് പക്ഷെ ഭയങ്കര കോസ്റ്റ്ലി പ്രേമായിരുന്നു പറയണ പോലെ. കാരണം അന്ന് കോളിനൊക്കെ ഇൻകമിങ്ങിനും ഒക്കെ ഭയങ്കര സെൽഫോണിൽ നമ്മൾ ചുമ്മാ തൊട്ട അന്ന് പൈസ ചാർജ് ചെയ്യുന്ന സമയമായിരുന്നു. എങ്ങനെയാണ് അതിന്റെ ഒരു ഡെവലപ്മെന്റ്? ഇല്ല, അങ്ങനെയൊന്നും ഇല്ല. നമ്മള് പരിചയപ്പെട്ടു, ഈ പറഞ്ഞ പോലെ ഇഷ്ടപ്പെട്ടു, കല്യാണം കഴിച്ചു, തീർന്നു. അങ്ങനെയല്ല, അങ്ങനെയൊന്നും പറഞ്ഞാൽ ഇവിടെയുള്ള മലയാളികൾ സമ്മതിക്കും. പക്ഷെ അമേരിക്കൻ മലയാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് വർഷം നടന്ന് ഡേറ്റ് ചെയ്ത് അവർ പറഞ്ഞ വിശ്വസിക്കില്ല. കാരണം അവിടുത്തെ ഇന്നത്തെ തലമുറ പ്രത്യേകിച്ച് അവിടെ അവര് കണ്ട് അവർ ഇഷ്ടപ്പെട്ട് പരസ്പരം സംസാരിച്ച് അവരുടെ ഒരു സമയമെടുത്ത് അങ്ങനെയൊക്കെയാണ് അവിടുത്തെ ഒരു കല്യാണത്തിന്റെ ഒരു പ്രൊസീജിയറിലേക്ക് നമ്മൾ കിടക്കുന്നത് അല്ലേ? ആരാണ് തുടങ്ങിയത്? എന്തായാലും ഒരാൾ പറയാതെ പറയാൻ പറ്റില്ല. അങ്ങനെയല്ല, കണ്ടോ, ഇതൊരു മാന്യം എന്താ പറയാ, ഒരു പൊളിറ്റിക്കലി ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു ആൻസർ ഇതിനാണ്. ഇത്രയും ബാക്കിയല്ല ഞാൻ വിശദീകരിച്ച് പറഞ്ഞില്ല. അപ്പൊ നമുക്ക് ഇടയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ്? അങ്ങനെയല്ല, ഒരുപാട് നാളത്തെ പരിചയം ഉണ്ടായിരുന്നു. ഒരുപാട് കാരണം ഞങ്ങള് 96-97 കല്യാണ സൗകര്യം ചെയ്തത്. അപ്പം അപ്പോഴാണ് പരിചയപ്പെടുന്നത്. പക്ഷെ ഈ പറഞ്ഞ പോലെ അത് കഴിഞ്ഞ് കുറെ നാള് ഉള്ള പരിചയം. കല്യാണം എപ്പോഴായിരുന്നു? കല്യാണം 2001. ഇഷ്ടംപോലെ സമയം ഉണ്ടായിട്ടുണ്ട്. ഇഷ്ടംപോലെ സമയം ഉണ്ടായിരുന്നു. പക്ഷെ ഓരോ മാസത്തെയും സെൽഫോൺ ബില്ല് എത്രയായിരുന്നു? ഇവർ സംസാരിച്ചിട്ടില്ല, പക്ഷെ എന്നാ ബില്ല് ഭയങ്കരമാണ്. ആ ബില്ല് എത്രയായിരുന്നു? അത് മറന്നുപോയി, എന്താന്നറിയില്ല. അവിടെ മാത്രം എന്തോ ഒരു അഭിനേഷമാണ്. ഇല്ല, ഈ പറഞ്ഞ പോലെ അത് ഈ പരിചയം, ഈ പറഞ്ഞ പോലെ പ്രണയം, കല്യാണം എല്ലാം പെട്ടെന്നായിരുന്നു. ഈ ഒരു പ്രണയത്തിലെ രഞ്ജിത്തിന്റെയും ചിപ്പിയുടെയും വീട്ടുകാരുടെ ഒരു നിലപാട് എന്തായിരുന്നു? എന്റെ വീട്ടില് ആദ്യം കുറച്ച് പ്രശ്നമായിരുന്നു. ആ വീട്ടില് കത്തി നിൽക്കുന്ന ഒരു സമയമാണ്. അത് ഫസ്റ്റ് ഓഫ് ഓൾ അതുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്കൊന്നും അറിയില്ലല്ലോ. ഇപ്പം നമ്മളൊരു കുട്ടിയാണ്. അതുമല്ല, നമുക്ക് ഫിലിമില് മാത്രം പരിചയമുള്ള ഒരാൾ ഇപ്പം വീട്ടില് അറിയാത്ത സ്ഥിതിക്ക് ഇപ്പൊ ആലോചിക്കുമ്പോ അത് കറക്റ്റ് ആണ്. അന്നൊക്കെ നമുക്ക് അറിയാമല്ലോ, ഇന്നൊരു മകളുണ്ട്. അപ്പൊ ഈ പറഞ്ഞ പോലെ ആ സമയത്ത് അതുകൊണ്ടായിരുന്നു കൂടുതൽ. പിന്നെ അറിയില്ല, നമുക്കൊന്നും അറിയില്ല. സിനിമയിൽ വന്നുള്ള പരിചയം മാത്രമേ ഉള്ളൂ. പിന്നെ അന്നുള്ള ഒരു സ്റ്റാൻഡ് ആയിരുന്നു വീട്ടിലെല്ലാവർക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ ഞങ്ങള് ചടിക്കറി കല്യാണം കഴിക്കുന്ന വീട്ടിലാരും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ ഒരു അതുകൊണ്ട് ചെറിയ ഒരു പ്രശ്നമാവൂന്ന് തോന്നിയപ്പോ ഞങ്ങള് പോയ കല്യാണം. ഞങ്ങളുടെ കാര്യം നോക്കി പോവുക, നിങ്ങളായി നിങ്ങളുടെ പാടായി, വേണമെങ്കിൽ വിളിച്ച വീട്ടിലോട്ട് വരാം, അല്ലെങ്കിൽ ഞങ്ങൾ വേറെ വീട്ടില്. അപ്പൊ വിളിച്ചു, ഞങ്ങൾ വീട്ടിൽ പോയി. വിളിക്കാൻ കാത്തിരുന്നു. എത്ര ദിവസം എടുത്ത് വിളിക്കാൻ? അപ്പൊ തന്നെ വിളിച്ചു. അപ്പൊ തന്നെ കല്യാണം കഴിഞ്ഞ് ഇറങ്ങിയപ്പോ വിളിച്ചു അല്ലെ? ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോ ആ ഒരു സംഭവത്തെ കുറിച്ച് നമ്മളിങ്ങനെ നമ്മളൊരു ഇത് ചെയ്യില്ലേ, എന്താ പറയാ, ഒരു ഫ്ലാഷ് ബാക്ക് പോലെ നമ്മുടെ മനസ്സിൽ വരുമ്പോൾ ഇപ്പൊ ഒരു അമ്മ എന്നുള്ളൊരു നിലയ്ക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ എന്താണ് നമുക്ക് തോന്നുന്നത്? ഇപ്പൊ നമ്മളൊരു അമ്മയാണ്, ഒരു മകളുടെ അമ്മയാണ്, പ്രത്യേകിച്ച് ഒരു മകളുടെ അമ്മയാണ്. അന്നത്തെ അച്ഛന്റെ അമ്മയുടെയും മാനസികാവസ്ഥ ഊഹിക്കാൻ പറ്റുന്നുണ്ട്? തീർച്ചയായിട്ടും. അത് നമുക്ക് ഈ പറഞ്ഞ പോലെ അപ്പോഴത്തെ ഒരു ഇത് കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ, എന്താ പറയാ. പക്ഷെ ഈ പറഞ്ഞ പോലെ ഒരിക്കലും എൻ്റെ ഒരു ഡിസിഷൻ തെറ്റായിരുന്നില്ല. അത് എല്ലാവർക്കും അത് മനസ്സിലായി. എനിക്ക് തോന്നിയ പക്വതയുള്ള ഒരു ഡിസിഷൻ ആയിരുന്നു. അതെ.
ഇപ്പൊ എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോ 13 വർഷം കഴിഞ്ഞു. 13 വർഷമായി. എന്ത് പറയുന്നു രഞ്ജിത്ത്? വളരെ സന്തോഷമായിട്ടിരിക്കുന്നു. രഞ്ജിത്തിന്റെ കൂടെ കൂടിയപ്പോൾ എനിക്ക് തോന്നി ചിപ്പി കുറച്ചും കൂടി സ്മാർട്ടായി. അല്ല, ഇത്രയും ടോക്കറ്റീവ് ആയിരുന്നോ അതോ രഞ്ജിത്തായിരുന്നോ? അല്ലല്ല, ഇപ്പം കല്യാണം കഴിഞ്ഞതിന് ശേഷം രഞ്ജിത്ത് സംസാരം നിർത്തി? എനിക്ക് തോന്നുന്നു ഞാൻ അഭിനയിച്ചുകൊണ്ടിരുന്നതിന്റെ ആ സമയത്തെക്കാട്ടിലും ഒരു എക്സ്പോഷർ എനിക്ക് ഇപ്പോഴാണ് സിനിമയിൽ. കാരണം അപ്പൊ അഭിനയിക്കുന്ന സമയത്താണെങ്കിലും എനിക്ക് വേറെ ഒന്നിനെ പറ്റിയും എനിക്ക് അറിയില്ലായിരുന്നു. നമ്മൾ ചെല്ലുന്നു, അഭിനയിക്കുന്നു, പോകുന്നു, പടം റിലീസ് ആവുന്നു, ഓടുന്നു, ചിലത് നന്നായിട്ട് പോകുന്നില്ല, അത്രയും നമ്മൾ അടുത്ത പടത്തിലായി. അപ്പോഴേക്കും അതിനെപ്പറ്റി നമ്മൾ വിടും, കണ്ടു, അത് കഴിഞ്ഞു, അത് കഴിഞ്ഞു, അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ആയിരുന്നു. പക്ഷെ ഇപ്പോ അത് കല്യാണം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് സിനിമയുടെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് നന്നായിട്ട് അറിയാൻ പറ്റിയത്. പ്രൊഡക്ഷനും കൂടെ ഉള്ളതുകൊണ്ട് അതിന്റെ ഈ പറഞ്ഞ പോലെ നമ്മൾ ചില മോശം സിനിമകളെന്ന് പറഞ്ഞ് ചിലത് തട്ടുമ്പോഴും അതിന്റെ പുറകിലുള്ള ഒരു എഫേർട്ട് കണ്ട് 2 മണിക്കൂർ കൊണ്ട് കണ്ട് അയ്യോ സിനിമ കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് ഇറങ്ങി പോകുന്നതും ഈ നെറ്റിലൊക്കെ ഫസ്റ്റ് സീൻ കഴിയുമ്പോ തന്നെ പടം മോശമാണെന്ന് പറഞ്ഞിട്ടൊക്കെ ഇടുന്നത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് അല്ലേ? അപ്പം ആളെ കൊല്ലുക എന്നുള്ളത് ഒരു ഹോബിയാണ്. അതെ, അത് റിലീസ് ഇന്റർവെൽ ആവുമ്പോ തന്നെയല്ലേ അവിടെ ലൈനിൽ നിൽക്കുന്നവരെ വരെ തിരിച്ചുവിടും. ഫേസ്ബുക്കിൽ മെസ്സേജ് ഉണ്ട്, ദയവ് ചെയ്ത് ഇതിനകത്ത് ആരും കയറരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നിൽക്കുന്നവരൊക്കെ തിരിച്ചു പോകും. അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിലുണ്ട്. അപ്പൊ അതിന്റെ ഏത് എത്ര മോശം സിനിമയാണെങ്കിലും അതിന്റെ പുറകിലുള്ള ഒരു എഫേർട്ട് ഇപ്പൊ നമുക്ക് മനസ്സിലാവും. ഇപ്പോഴാണ് അറിയുന്നത്, അന്ന് എനിക്ക് അറിയേയില്ല അതിനെ പറ്റിയൊന്നും. എനിക്ക് തോന്നി കല്യാണം കഴിയുന്ന സമയത്ത് ഏതെങ്കിലും കമ്മിറ്റ് ചെയ്ത സിനിമകൾ അവസാനിപ്പിച്ച് അങ്ങനെയാണോ പോയത് അതോ? അങ്ങനെയാണ്. 1-2 സിനിമകളുടെ ഫിനിഷിംഗ് തീർന്നിട്ടുണ്ടായിരുന്നില്ല ഷൂട്ട്, അപ്പം അതൊക്കെ ചെയ്ത് നിർത്തുമായിരുന്നു. പിന്നെ പുതിയ കമ്മിറ്റ്മെന്റ്സ് ഒന്നും എടുത്തില്ല. സാധാരണ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അത് ചിപ്പിയുടെ തീരുമാനമായിരുന്നു രഞ്ജിത്തിന്റെ തീരുമാനമായിരുന്നു? എന്റെ തീരുമാനമായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ രഞ്ജിക്ക് അങ്ങനെ ഇപ്പോഴും പ്രശ്നമില്ല, എനിക്ക് അഭിനയിക്കണമെങ്കിൽ, കാരണം ഞാൻ സീരിയൽ ചെയ്യുന്നുണ്ട്. ആ സീരിയലിൽ നിന്ന് ഞാൻ ചെയ്യുന്നത് എന്റെ ഒരു കംഫർട്ട് സോണും കൂടെ നോക്കിയിട്ടാണ്. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ ഞാനൊരു സിനിമ വേണം എന്ന് നിർബന്ധം പറഞ്ഞാൽ ചെയ്യണ്ടെന്ന് എന്നോട്